ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശീലോകാം കുളം വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന ഒരു കുളമാണ് ശീലോകാം. യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും ഒരിക്കൽ ശീലോകാം കുളത്തിന്റെ അരിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ജന്മനാ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ തന്റെ ശിഷ്യന്മാർ യേശുവിനെ പരിചയപ്പെടും. യേശു ആ മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് ചെളി കുഴച്ചുണ്ടാക്കി ആ മനുഷ്യന്റെ കണ്ണിൽ തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം ഈ മനുഷ്യനോട് നീ ശീലോകാം കുളത്തിലേക്ക് ഇറങ്ങി മുഖം കഴുകുവാൻ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ആ മനുഷ്യനോട് കൂടെ വിടുന്നില്ല. ഒറ്റയ്ക്ക് ആ മനുഷ്യനോട് പോകുവാനാണ് യേശു പറയുന്നത്. അതനുസരിച്ച് ഈ കുരുടനായ മനുഷ്യൻ ഓരോ പടിയും ഇരുന്ന് പതുക്കെ പതുക്കെ ഇറങ്ങുന്ന ഒരു അനുഭവം. ആ കുളത്തിന്റെ കരയിൽ നിന്ന് അനേകർ അന്നുണ്ടായിരിക്കാം. ആ മനുഷ്യൻ ഓരോ സ്റ്റെപ്പും ഇറങ്ങുമ്പോൾ അവരവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞിരിക്കാം, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിനക്ക് ചുമ്മാതിരുന്നാ മതിയായിരുന്നല്ലോ. നിനക്ക് കിട്ടുന്ന പൈസയും വാങ്ങിച്ച് അവിടെ ഇരുന്നൂടെയായിരുന്നു. നീ എന്തിനാണ് ഈ നടപ്പില്ലാത്ത കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്? നിനക്ക് കാഴ്ച ഒരിക്കലും കിട്ടില്ല. നീ ജന്മനാ കുരുടനായി നീ മരിക്കുക തന്നെ ചെയ്യുന്നു. ഈ ആശ്രമങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ ഈ കുരുടൻ ഓരോ പടിയും ഇറങ്ങി ആ വെള്ളത്തിലേക്ക് ചെന്നിട്ട് ആ വെള്ളം കോരി തന്റെ മുഖത്തേക്ക് അടിക്കുന്നൊരു നിമിഷം കണ്ണിലെ ചെളിയെല്ലാം നീങ്ങിപ്പോകുന്നു. ഒരു വെളിച്ചം അവന്റെ കണ്ണിനകത്തേക്ക് കയറുന്നു. അവന് മനസ്സിലാകുന്നു, എനിക്ക് കാഴ്ച കിട്ടി. മേലേക്ക് നോക്കി അവനെ ആക്ഷേപിച്ചവരുടെ മുമ്പിൽ എനിക്ക് കാഴ്ച കിട്ടി എന്ന് പറയുന്ന കുരുടനെ വേദപുസ്തകത്തിൽ വളരെ ശക്തിയായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിത് പറയാനുള്ള ആശയം, നമ്മുടെ ജീവിതത്തിൽ പല സ്റ്റെപ്പുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പലരും നമ്മെ പിന്നിൽ നിന്ന് നിരുസ്വാഗപ്പെടുത്താം. ഒരിക്കലും അവരെ വാക്കിന് വിലയെടുക്കാതെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല, നിശ്ചയം.